അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 8:45 ആയപ്പോഴത്തേക്കും ബാലാസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഒരു റൂം എടുത്തു. അപ്പോൾ അതേ ഇതാണ് ഞങ്ങളുടെ റൂം. കയറി വരുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ദേ ഇത് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള റൂമാണ്. ഇനിയിപ്പോൾ എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയാവുക. യെസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ റൂമൊക്കെ എടുത്തു, ഉറങ്ങി. നല്ല സുഖകരമായ ഉറക്കമൊക്കെ കിട്ടിയിട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം രാവിലെ ഏകദേശം 5 മണി ആകാറായിട്ടുണ്ട്. ഞങ്ങൾ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരും കൂടെ റെഡി ആകണം. 5 മണിക്ക് ഇവിടുന്ന് നമുക്ക് യാത്ര തിരിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങൾ പ്രെയർ ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ. പ്രെയറും കൂടെ ഒക്കെ ചെയ്തിട്ട് പിന്നെ കറക്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് താഴോട്ട് ഇറങ്ങിപ്പോകാനാണ്. അപ്പം ഇന്നത്തെ യാത്രയും ഇന്നത്തെ മറ്റ് വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അച്ചു ടിക്സ് പോയിട്ടോ. എൻ്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിട്ടുണ്ട്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായി സുഖമുണ്ട്. സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിൽ അതിനകത്തൊരിച്ചിരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് റൂം വെക്കേറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ലോക്ക് ചെയ്തേരെ. ചലിയ അതൊന്നും എടുത്തണ്ട. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ. സാരമില്ല. അടിപൊളി. എനിക്ക് വയ്യ. എൻ്റെ സെയിം ഉണ്ടായിരുന്നു. പകുതി സാധനങ്ങൾ വണ്ടിക്കകത്തായിപ്പോയി. മാഡം ഒന്ന് ഞങ്ങൾ താഴോട്ട് പോവാണേ. ആ കൊച്ചു കുളിച്ചില്ല. ആ കൊച്ചു കുളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ പെങ്കൊച്ച് കുളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓ, അവിടെയാണല്ലേ വണ്ടി. ആണോ? ഹോട്ടലിൻ്റെ റിവ്യൂ ഒന്ന് കൊടുത്താലോ കേട്ടോ. പഞ്ചജന്യ അഫോർഡബിൾ ആണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്. ഇതിനകത്തായിരുന്നു മറ്റേ സാധനങ്ങൾ. ഇതാണ് अब कैमरा है पता? हाँ भुवनेश्वर वाले कैमरा कैमरे लगे अरे
എവിടെ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിക്കോട്ടോ. ഒരു വഴി സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, കാരണം ഇവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ കണ്ട റെസ്റ്റോറൻറ്റിൽ അവിടെ നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് നോക്കിയപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇതാണ് കണ്ടത്. പക്ഷേ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സെറ്റ് ഇഡലിയും അതുപോലെ തന്നെ ഒരു സെറ്റ് വടയും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അത് കഴിച്ചിട്ട് തിരിച്ച് പോരുമായിരുന്നു ചെയ്തത്. വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് വിശപ്പ് അടങ്ങണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യം നോക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രയിൽ നമുക്ക് നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചില സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചില സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈവേ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ഫുഡ് കിട്ടണമെന്നുമില്ല. ധാബ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി ദീർഘദൂരമാണ് ഞങ്ങളുടെ യാത്ര. ഫാമിലി ആയിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, നമുക്കിനിയും വൈകുന്നേരം എവിടെയെങ്കിലും റൂമൊക്കെ എടുത്ത് തങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ കാരണം അത്രയും ടയർഡായി പോകും. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ വൈകുന്നേരം കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആന്ധ്രയാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. നല്ലൊരു അടിപൊളി മീൽസായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല വെജിറ്റബിൾസും സാമ്പാറും ഗോബി മഞ്ചൂരിയനും പിന്നെ അവരുടെ ലെമൺ റൈസ്, തൈര് സാദം, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു നോർമൽ മെനു ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ റോഡ് സൈഡിൽ ആന്ധ്രയിൽ ഇഷ്ടംപോലെ നല്ല മാങ്ങ കിട്ടുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് മാംഗോസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കുളിക്കാതെ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ ഇറങ്ങിയാണ്. ഇവിടെ നല്ല ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പ് ആകാനായിട്ട് ഇറങ്ങിയാണ്. നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് ഡ്രൈ ആകും. അപ്പോൾ അതുകൊണ്ട് ആ ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറ്റാനായിട്ട് മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ക്രീമൊക്കെ ഹൈഡ്രേറ്റഡ് ജെല്ലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമാണ് നമുക്ക് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ച് നന്നായിട്ട് മടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അല്പസമയം എല്ലാവരും ഇവിടെ കൂടി ഒന്ന് ചിൽ ആകാമെന്ന്. അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് യാത്രയ്ക്ക് മുമ്പായിട്ട് ഇവർ ഇന്ന് വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാണ്. എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് എന്താണ് ചെയ്യേണ്ടത്, വൈകിട്ട് എവിടെയാണ് തങ്ങേണ്ടത്, ഏത് സ്പോട്ടിലാണ് നമുക്ക് എത്തേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി കുറേ സമയം ഇവിടെ നിന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്തു കേട്ടോ. കാരണം ലോങ് യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി നിന്നിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ ഹസ്ബൻഡ്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, മക്കൾ അവരുടേതായ രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ചെന്നിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോൾ രാജമുണ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് തങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് പിറ്റേ ദിവസം യാത്ര ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് തന്തൂരി റൊട്ടിയും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു റോസ്റ്റുമായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു. നോർമലായിട്ടിരിക്കുന്ന ഫുഡ്, നമുക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ സമയം ഏകദേശം 10 മണിയാകാറായിട്ടോ. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാജമുണ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു ചർച്ചിലാട്ടോ വന്ന് കിടന്നത്. ഈ ഒരു ചർച്ചിൽ നമുക്ക് താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യൻ അസംബ്ലി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചർച്ചിലെ ബ്രദേഴ്സ് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇഷ്ടം പോലെ AC റൂമാണ്. അതുപോലെ ഞങ്ങളതുകൊണ്ട് രാത്രി
രാത്രിയിൽ നന്നായിട്ട് ഇവിടെ കിടന്നുറങ്ങി. എല്ലാവരും സുഖമായിട്ട് വിശ്രമിച്ചു. രാവിലെ ബ്രദർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. ഇത്രയും നല്ലൊരു ഫെസിലിറ്റി. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ 3 വിശേഷങ്ങളുമായിട്ട് ഇനി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.